ഹായ് എവരിവൻ, വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇലക്ട്രോ കെമിസ്ട്രി ആണ് കേട്ടോ. വൈദ്യുത രസതന്ത്രം. നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ലോഹങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ആ ലോഹങ്ങളുടെ റിയാക്ടിവിറ്റി പല രീതിയിലാണ്, പല സബ്സ്റ്റൻസിനോടും പല രീതിയിലാണ് ലോഹങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ. അതായത് ലോഹങ്ങൾ ജലവുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, ലോഹങ്ങൾ വായുവുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, ലോഹങ്ങൾ ആസിഡുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് മൂന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ലോഹങ്ങൾ, ഒരുപാട് ലോഹങ്ങളെന്ന് നമുക്കറിയാം. ആ ലോഹങ്ങളിൽ തന്നെ റിയാക്ടിവിറ്റി കൂടിയവയുണ്ട്, റിയാക്ടിവിറ്റി കുറഞ്ഞവയുണ്ട്, ഒരു മീഡിയം റിയാക്ടിവിറ്റി ഉള്ളവയുണ്ട്. അങ്ങനെ ആ ലോഹങ്ങളെ ഒരു ഒരു സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയത്, ദെൻ അതിൻ്റെ ആരോഹണ ക്രമത്തിൽ അതിന് റിയാക്ടിവിറ്റി സീരീസ് എന്നാണ് പറയുക. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പോകെ പഠിക്കും. അപ്പം അതിന് മുന്നേ ലോഹങ്ങൾ ജലവുമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോഡിയം, മഗ്നീഷ്യം, കോപ്പർ, അങ്ങനെ 3 ലോഹങ്ങൾ എടുക്കുകയാണ്. അതിൽ സോഡിയമാണ് ഏറ്റവും കൂടുതൽ ജലവുമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോഡിയം, മഗ്നീഷ്യം, ദെൻ കോപ്പർ, ഇത് 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോഡിയമാണ് ജലവുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ ഓർത്തിരിക്കുക, സോഡിയം കോൾഡ് വാട്ടറുമായിട്ടാണ് പ്രവർത്തിക്കുക. തണുത്ത വെള്ളമായിട്ടാണ് കോൾഡ് വാട്ടർ റിയാക്ട് ചെയ്യുന്നത്, ചൂടുവെള്ളമായിട്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല. എന്നാൽ മഗ്നീഷ്യത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, മഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല, അത് ഹോട്ട് വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് മഗ്നീഷ്യം. എന്നാൽ കോപ്പറോ, അത് രണ്ടുമായിട്ടും റിയാക്ട് ചെയ്യുന്നില്ല, കോൾഡ് വാട്ടറുമായിട്ടോ ഹോട്ട് വാട്ടറുമായിട്ടോ റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ സോഡിയമാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഇവരെ 3 പേരെ എടുത്താൽ കേട്ടോ, സോഡിയമാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. സോഡിയം എന്ത് ചെയ്യുന്നു? കോൾഡ് വാട്ടറിൽ, തണുത്ത വെള്ളത്തിൽ റിയാക്ട് ചെയ്യുന്നു, പക്ഷേ ഹോട്ട് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നില്ല. മഗ്നീഷ്യം കോൾഡ് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നില്ല, എന്നാൽ ഹോട്ട് വാട്ടറിൽ റിയാക്ട് ചെയ്യുന്നു. കോപ്പറോ രണ്ടിലും റിയാക്ട് ചെയ്യുന്നില്ല. ദെൻ അവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, മഗ്നീഷ്യം ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹൈഡ്രജൻ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹോട്ട് വാട്ടറുമായിട്ട് മഗ്നീഷ്യം റിയാക്ട് ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ ബബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം ആണെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കോപ്പറിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, കാരണം അത് കോൾഡ് വാട്ടറിലും റിയാക്ട് ചെയ്യുന്നില്ല, ഹോട്ട് വാട്ടറിലും റിയാക്ട് ചെയ്യുന്നില്ല, അവിടെ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഓർത്തിരിക്കുക. സോഡിയമാണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് ജലവുമായിട്ട് കേട്ടോ. കോൾഡ് വാട്ടറിലാണ് റിയാക്ട് ചെയ്യുന്നത്. മഗ്നീഷ്യം ആണെങ്കിൽ ഹോട്ട് വാട്ടറിലാണ് റിയാക്ട് ചെയ്യുന്നത്. കോപ്പർ ഹോട്ട് വാട്ടറിലോ കോൾഡ് വാട്ടറോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇന്ന് എന്ത് മനസ്സിലായി? പല മെറ്റൽസും പല രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ജലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി വായുവിൻ്റെ കേസ് എടുത്താലോ, അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, അത് ഒരു ലോഹം, ഒരു മെറ്റൽ എടുത്തിട്ട് നമ്മൾ അതിനെ മുറിച്ച് കഴിഞ്ഞാൽ ആ മുറിച്ച ഭാഗത്ത്, ആ മുറിച്ച പ്രതലത്തിന് ഒരു നല്ല തിളക്കം ഉണ്ടായിരിക്കും. ആ തിളക്കത്തിന് നമ്മൾ എന്തെന്ന് പറയും? ലോഹ ദ്യുതി, അതായത് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയും. പുതുതായിട്ട് കട്ട് ചെയ്ത ലോഹത്തിൻ്റെ പ്രതലത്തിന് നല്ല തിളക്കം ഉണ്ടായിരിക്കും. ആ തിളക്കത്തിന് എന്തെന്നാ പറയുക? ലോഹ ദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയും. ഇനി വായുവുമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇത് വായുവുമായിട്ടുള്ള പ്രവർത്തനം. സോഡിയത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ എന്നിവയൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും. സോഡിയം അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടും വാട്ടർ വേപ്പറും ജലാംശമായിട്ടും ഒക്കെ റിയാക്ട് ചെയ്താണ് ആ സോഡിയത്തിൻ്റെ പ്രതലത്തിലുള്ള തിളക്കം മങ്ങുന്നത്. ഓക്കെ, ഇനി മഗ്നീഷ്യത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മഗ്നീഷ്യം റിബൺ കട്ട് ചെയ്ത് കുറേ നേരം വായുവിൽ തുറന്നു വെച്ചിരുന്നാൽ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടാൻ കാരണം എന്താണ്? മഗ്നീഷ്യം അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ പ്രതലത്തിന് ആ ഒരു തിളക്കം കുറഞ്ഞു വരുന്നത്. ഇനി അലൂമിനിയം പാത്രങ്ങളുടെ തിളക്കം ഇങ്ങനെ കുറേ കഴിയുമ്പോൾ കാലക്രമേണ കുറയുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ്? അതും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ തിളക്കം മങ്ങി വരുന്നത്. ഓക്കെ, ഇനി ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്ന കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? അതും ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസുമായിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ
സോഡിയത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പർ പാത്രങ്ങൾ ക്ലാവ് പിടിക്കുന്ന ആ ഒരു തോത് അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് അത് ക്ലാവ് പിടിക്കുന്നില്ല. അതായത് ആ കോപ്പറിന് വായുവുമായിട്ടുള്ള റിയാക്ടിവിറ്റി കുറവാണ്. ഓക്കെ, റിയാക്ടിവിറ്റി കുറവാണ്. പെട്ടെന്ന് അത് അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസുമായിട്ട് റിയാക്ട് ചെയ്ത് ക്ലാവ് പിടിക്കുന്നില്ല. അങ്ങനെ ക്ലാവ് പിടിക്കും, അതില്ലെങ്കിൽ ആ ഒരു തിളക്കം നഷ്ടപ്പെടും. പക്ഷെ അത് നഷ്ടപ്പെടാൻ എന്ത് ചെയ്യും? മാസങ്ങളോളം എടുക്കും. ഇനി നമ്മൾ സ്വർണ്ണത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ സ്വർണ്ണം എത്ര കഴിഞ്ഞാലും അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസുമായിട്ട് കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ഒരു മെറ്റൽ തന്നെയാണ്. എന്നാൽ എത്ര കഴിഞ്ഞാൽ അതിൻ്റെ തിളക്കം ഫെയ്ഡ് ആവുന്നുണ്ടോ? ഫെയ്ഡ് ആവുന്നുണ്ട്, ചെറിയൊരു തോതിലെങ്കിലും, അതും വർഷങ്ങളെടുത്തിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുന്ന റേറ്റ്, ആ റിയാക്ഷൻ റേറ്റ് വ്യത്യസ്തമാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്തത് സോഡിയമാണ്, പിന്നീട് പൊട്ടാസ്യം, അലൂമിനിയം, കോപ്പർ, ഗോൾഡ്. നമ്മൾ ഈ പറഞ്ഞ മെറ്റൽസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തത് സോഡിയമാണ്, പിന്നീട് പൊട്ടാസ്യം, അലൂമിനിയം, കോപ്പർ, ഏറ്റവും ലാസ്റ്റ് ഗോൾഡ്. അങ്ങനെയാണ് ആ ഒരു സീരീസ് വരുന്നത്. അപ്പോൾ മെറ്റൽസ്, ജലത്തിൻ്റെ കേസ് എടുത്താൽ ജലവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതും പല രീതിയിലാണ്. വായുവിൻ്റെ കേസ് എടുത്താൽ വായുവുമായിട്ട് റിയാക്ട് ചെയ്യുന്നതും പല രീതിയിലാണ്. ആസിഡുമായിട്ട് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ് മെറ്റൽസ്, റിയാക്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് ആസിഡ്. മെറ്റൽസും ആസിഡിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മുന്നേ പഠിച്ച കാര്യമാണ്. ഏതെങ്കിലും ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ഇനി ഞാൻ കുറച്ച് മെറ്റൽസിൻ്റെ പേര് പറയണം. അതായത് മഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ എന്നിവ റിയാക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നെവർ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ മഗ്നീഷ്യമാണ്. അത് കഴിഞ്ഞ് സിങ്ക്, അയൺ, ലെഡ്, അങ്ങനെ വരും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റലിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു ഓർഡർ വ്യത്യസ്തമാണ്. ഓരോ മെറ്റലും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആ ഒരു ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ടിവിറ്റി വ്യത്യസ്തമാണ്. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അങ്ങനെ ഒരു സീരീസ് ഉണ്ട്. ആ മെറ്റൽസിനെ അങ്ങനെ അതിൻ്റെ റിയാക്ടിവിറ്റി അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സീരീസ് ഉണ്ട്. ആ സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയാം. ഇതിൽ മെറ്റൽസിനെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഓർത്തിരിക്കണം കേട്ടോ. റിയാക്ടിവിറ്റി സീരീസിൽ മെറ്റൽസിനെ അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് എന്താണ്? ഇതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്, അതായത് ക്രിയാശീല ശ്രേണി എന്ന് പറയും. ഇവിടെ നോക്കിയാൽ ഹൈഡ്രജനെ ബേസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസ് പറയുന്നത്. ഹൈഡ്രജനെ ബേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഹൈഡ്രജന് മുകളിലോട്ടുള്ളത്, ഹൈഡ്രജൻ എവിടെ? ഇതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് മുകളിലോട്ടുള്ളത് റിയാക്ടിവിറ്റി കൂടിയതും ഹൈഡ്രജന് താഴേക്കുള്ളവർ റിയാക്ടിവിറ്റി കുറഞ്ഞവരുമാണ്. ക്ലിയർ ആണല്ലോ? ഹൈഡ്രജനെ ബേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഹൈഡ്രജന് മുകളിലോട്ടുള്ളവർ റിയാക്ടിവിറ്റി കൂടുതലും ഹൈഡ്രജന് താഴോട്ടുള്ളവർ റിയാക്ടിവിറ്റി കുറഞ്ഞവരുമാണ്. ഓക്കെ, ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഹൈഡ്രജന് മുകളിലോട്ടുള്ള മെറ്റൽസ് അവരെന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഹൈഡ്രജൻ ഈ റിയാക്ടിവിറ്റി സീരീസിൽ ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജനെ ബേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഹൈഡ്രജന് മുകളിലോട്ടുള്ളവർക്കെല്ലാം റിയാക്ടിവിറ്റി കൂടുതലും ഹൈഡ്രജന് താഴോട്ടുള്ളവർക്കെല്ലാം റിയാക്ടിവിറ്റി കുറവുമാണ്. ഇനി ഹൈഡ്രജൻ്റെ മുകളിലോട്ടുള്ള മെറ്റൽസിൻ്റെ കേസ് എടുത്താൽ അവർ ഡൈല്യൂട്ട് HCl റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആ HCl ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്ത് അവിടെ ഈ മെറ്റൽ വന്ന് പ്ലേസ്ഡ് ആവും. ഓക്കെ, ഇനി ഹൈഡ്രജന് താഴെയുള്ളവരാണെങ്കിലോ ഡു നോട്ട് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ആറ്റം ഫ്രം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അവരെന്ത് ചെയ്യുന്നില്ല? ഹൈഡ്രജന് താഴോട്ടുള്ള മെറ്റൽസുമായിട്ട് നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ റിയാക്ട് ചെയ്യിച്ചാൽ അതിൽ നിന്ന് ഹൈഡ്രജനെ ആ മെറ്റൽസ് വന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നില്ല. കാരണം എന്താണ്? ഹൈഡ്രജന് താഴോട്ടുള്ളവർ ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ്. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസിന് ഹൈഡ്രജനെ വന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പോൾ റിയാക്ടിവിറ്റി നമ്മുടെ ഈ സീരീസ് നോക്കിയേ,
ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആരാണ്? പൊട്ടാസ്യമാണ്. റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ പൊട്ടാസ്യമാണ്. അത് കഴിഞ്ഞ് ആര് വരും? സോഡിയം. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം കേട്ടോ. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, ദെൻ മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇതാണ് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഇത് പഠിച്ചു വെക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏത് വന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കും അല്ലെങ്കിൽ ഏതിനാണ് ഏതിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ, ആ രീതിയിലൊരു ചോദ്യം വന്നാൽ നമുക്ക് ആ മെറ്റൽസിൻ്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. കാണാതെ പഠിക്കണം എന്നല്ല, കുറേ വട്ടം നമ്മളിത് വായിക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇത് ഓർത്തിരിക്കുക, ഹൈഡ്രജനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞതാണ് കോപ്പറും സിൽവറും ഗോൾഡും. ഏറ്റവും കുറഞ്ഞത് ഗോൾഡ്, ഏറ്റവും കൂടിയത് പൊട്ടാസ്യം. പൊട്ടാസ്യം കഴിഞ്ഞാൽ സോഡിയം, ദെൻ കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കല്, ടിൻ, ലെഡ്, ദെൻ ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇതാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. റിയാക്ടിവിറ്റി സീരീസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ റിയാക്ടിവിറ്റി? അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള മെറ്റൽസിൻ്റെ എബിലിറ്റിയെയാണ് നമ്മൾ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിൻ്റെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്ത് പോസിറ്റീവ് അയോണായിട്ട് മാറാനുള്ള എബിലിറ്റിയെയാണ് നമ്മൾ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ലോഹങ്ങൾ എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ആണ്. അതായത് അത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണായിട്ട് മാറും. അങ്ങനെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണായിട്ട് മാറാനുള്ള ആ ഒരു എബിലിറ്റിയെയാണ് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള മെറ്റൽസിൻ്റെ എബിലിറ്റിയെയാണ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് ഓർത്തിരിക്കുക, ആ ഒരു ഓർഡർ ഓർത്തിരിക്കുക. പിന്നെ എന്താ ഓർക്കണം? റിയാക്ടിവിറ്റി സീരീസിൽ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന, അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ റിയാക്ടിവിറ്റി ഡിക്രീസസ്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആരാണ്? പൊട്ടാസ്യമാണ്. ഏറ്റവും കുറവാരാണ്? ഗോൾഡാണ്. ഹൈഡ്രജനെ ബേസാക്കി എടുത്തിട്ടുണ്ട്. ഹൈഡ്രജന് താഴോട്ടുള്ളവർ റിയാക്ടിവിറ്റി കുറഞ്ഞവരും ഹൈഡ്രജന് മുകളിലോട്ടുള്ളവർ റിയാക്ടിവിറ്റി കൂടുതലുമാണ്. ഓക്കെ, പിന്നെ അവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ ചോദിക്കുകയാണ് മഗ്നീഷ്യമാണോ അലൂമിനിയമാണോ ഏറ്റവും റിയാക്റ്റീവ് എന്ന് ചോദിച്ചാൽ ഈ റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. മഗ്നീഷ്യം അലൂമിനിയം അല്ലേ, അപ്പോൾ മഗ്നീഷ്യത്തിനാണ് അലൂമിനിയത്തിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ. സിൽവറിനാണോ ഗോൾഡിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് ചോദിച്ചാൽ സിൽവറിനാണ്. കോപ്പറിനാണോ സിൽവറിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ എന്ന് ചോദിച്ചാൽ കോപ്പറിനാണ്. അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കണം. അയണിനാണോ സിൽവറിനാണോ എന്ന് ചോദിച്ചാൽ അയണിനാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡർ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആദേശ രാസപ്രവർത്തനങ്ങൾ. അതിൻ്റെ ഇംഗ്ലീഷ് ഓർത്തിരിക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. ആ പേരിൽ തന്നെ ഉണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്തിനെ? അതായത് അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ വരും: ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു, അതായത് ഡിസ്പ്ലേസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു, ക്രിയാശീല ശ്രേണി പഠിച്ചു. അതിൽ റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയവരും ഉണ്ടായിരുന്നു, കുറഞ്ഞു വരുന്നവരും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരാളും റിയാക്ടിവിറ്റി കൂടിയ ഒരാളും. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് റിയാക്ടിവിറ്റി കൂടിയ ആൾ ചെന്നിട്ട് റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെ ചെന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കും. അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരാൾ ചെന്നിട്ട് റിയാക്ടിവിറ്റി കൂടിയ ആളെ അവരുടെ ആ ഒരു സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കും. അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട, മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറയാണ്. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത്? ഓക്സിഡേഷൻ. ഓർക്കുക, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് പോസിറ്റീവ് ആവുന്നത് ഓക്സിഡേഷൻ, ഇലക്ട്രോൺ റിസീവ് ചെയ്ത് അല്ലെങ്കിൽ ഗെയിൻ ചെയ്ത് നെഗറ്റീവ് ആവുന്നത് റിഡക്ഷൻ അല്ലേ. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും വേറൊരു ടേംസ്, അതായത്
നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിന്റെ കേസിൽ പറയാം, ഓക്സിജന്റെ കേസിൽ പറയാം, ഓക്സിഡേഷൻ നമ്പറിന്റെ കേസിൽ പറയാം. ഓക്സിഡേഷൻ നമ്പറിന്റെ കേസിൽ പറയുമ്പോഴോ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനെ ഓക്സിഡേഷൻ എന്നും ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിനെ റിഡക്ഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ഓക്സിഡേഷൻ ചെയ്തിട്ടാണ് ഓക്സിഡേഷൻ നടക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടാണ് റിഡക്ഷൻ നടക്കുക. ഓക്സിഡേഷൻ നമ്പർ കൂടുന്നത് ഓക്സിഡേഷൻ എന്നും ഓക്സിഡേഷൻ നമ്പർ കുറയുന്നവരെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയും, റിഡക്ഷൻ സംഭവിച്ചു എന്നും പറയും. ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തേക്കുന്നുണ്ടോ, സിങ്ക് എന്ത് ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു, സിങ്ക് സൾഫേറ്റും കോപ്പറും. സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു, സിങ്ക് സൾഫേറ്റും കോപ്പറും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, ആദ്യം ഇവിടെ സിങ്ക് ആയിരുന്നു, അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്തു, കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തു. നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ഒന്ന് ഓർത്തു നോക്കിയേ, സിങ്ക് എവിടെ കിടക്കുന്നു, കോപ്പർ എവിടെ കിടക്കുന്നു, ആർക്കാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്, സിങ്കിനല്ലേ റിയാക്ടിവിറ്റി കൂടുതൽ കോപ്പറിനെക്കാളും. സോ നമ്മുടെ ഇക്വേഷനിൽ എന്താണ്, സിങ്കിനാണ് കോപ്പറിനെക്കാളും റിയാക്ടിവിറ്റി കൂടുതൽ. ഈ സിങ്ക് വന്ന് എന്ത് ചെയ്യും, ഈ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കും. അതായത് കോപ്പറിന്റെ സ്ഥാനത്ത് ആര് വന്നിരിക്കും, സിങ്ക് വന്നിരിക്കും. എന്തുകൊണ്ടാണ്, കോപ്പറിനെക്കാട്ടിയും റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനാണ്. അതുകൊണ്ട് കോപ്പറിന്റെ സ്ഥാനത്ത് സിങ്ക് വന്നിരുന്നു, സിങ്ക് സൾഫേറ്റ് പ്ലസ് Cu എന്ന് നമുക്ക് കിട്ടി. ഇനി കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം എന്താണ്, Cu2+ അയോണുകളാണ്. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം Cu2+ അയോണുകളാണ്. ഇനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ, കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ പോസിറ്റീവ് അയോൺ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞു Cu2+ അയോണുകളാണ് ആ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണമെന്ന്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ പോസിറ്റീവ് അയോൺ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു മെറ്റലിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ ആ മെറ്റൽ പോസിറ്റീവ് ആയിട്ടായിരിക്കും. അത് കോപ്പറിൻ്റെ എന്നല്ല, എന്തിൻ്റെ എടുത്താലും ഒരു മെറ്റലിൻ്റെ സാൾട്ട് സൊല്യൂഷനിൽ ആ മെറ്റൽ എന്തായിട്ടായിരിക്കും നിൽക്കുക, പോസിറ്റീവ് അയോൺ ആയിട്ടായിരിക്കും നിൽക്കുക. സിങ്ക് സൾഫേറ്റിൽ സിങ്ക് പോസിറ്റീവ് ആയിരിക്കും, മഗ്നീഷ്യം സൾഫേറ്റിൽ മഗ്നീഷ്യം പോസിറ്റീവ് ആയിരിക്കും, അലൂമിനിയം സൾഫേറ്റിൽ അലൂമിനിയം പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ഏതൊരു മെറ്റൽ എടുത്താലും, ഒരു മെറ്റലിൻ്റെ സൊല്യൂഷൻ എടുത്താൽ ആ സൊല്യൂഷനിലെ മെറ്റൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇനി കോപ്പർ സൾഫേറ്റിൽ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കുക. കോപ്പർ സൾഫേറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യാണ്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള സിങ്ക് വന്ന് ഈ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ കോപ്പറിൻ്റെ പ്ലേസിൽ ഇരിക്കും. കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു ബ്ലൂ കളറാണ്. എന്തുകൊണ്ടാണ്, Cu2+ന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. എന്നാൽ സിങ്ക് സൾഫേറ്റിൻ്റെ നിറം എന്താണ്, സിങ്ക് സൾഫേറ്റ് കളർലെസ് ആണ്. അപ്പോൾ ബ്ലൂ കളറിലുള്ള ഒരു സൊല്യൂഷൻ കളർലെസ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ബ്ലൂ കളറിലുള്ള ഒരു സൊല്യൂഷൻ എന്തായിട്ട് മാറി, കളർലെസ് ആയിട്ട് മാറി. എന്തുകൊണ്ടാണ്, ബ്ലൂ കളറിൽ ഇരിക്കാൻ കാരണം എന്തായിരുന്നു, കോപ്പർ സൾഫേറ്റിൽ കോപ്പറിന്റെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ട് അതിന് നീല നിറമായിരുന്നു. എന്നാൽ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്തതിന് ശേഷം ആ സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിച്ചിട്ട് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറി. സിങ്ക് സൾഫേറ്റ് കളർലെസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഇനി സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലാണ് ആരെക്കാളും, കോപ്പറിനേക്കാളും. അപ്പോൾ സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിങ്ക് സൾഫേറ്റും കോപ്പറുമായിട്ട് മാറി. സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചപ്പോൾ ലായനിയിലുള്ള Cu2+ അയോണുകൾ Cu ആറ്റങ്ങളായി സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നു. സിങ്ക് കോപ്പറിനേക്കാൾ പ്രവർത്തന ശേഷി കൂടുതലാണ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലാണ് എന്നതാണ് റീസൺ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ നേരത്തെ കണ്ട അതേ ഇക്വേഷൻ തന്നെയാണ്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഞാൻ മുകളിൽ കൊടുത്തേക്കുന്നേ ഉള്ളൂ. സിങ്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയേ, സിങ്കിൻ്റെ ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, സ്റ്റാർട്ടിങ്ങിൽ 0 ആണ് അല്ലേ. എന്നാലോ റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായി, +2 ആയി. കോപ്പറിൻ്റെ +2 ആയിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ 0 ആയി. സൾഫേറ്റിൻ്റെത് -2 ആയിരുന്നു, അതിന് ഒരു വ്യത്യാസവും ഇല്ല. ഞാനിങ്ങനെ കൊടുക്കാൻ കാര്യം,
ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, ഏതിനാണ് റിഡക്ഷൻ സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിഡേഷൻ നമ്പർ കൂടുന്നവർ, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ അവർക്ക് ഓക്സിഡേഷനും, ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ അവർക്ക് എന്താണ്, റിഡക്ഷനുമാണ് നടക്കുക. ഇവിടെ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പറിന് എന്ത് സംഭവിച്ചു, 0യിൽ നിന്ന് +2 മാറി. 0യിൽ നിന്ന് +2 മാറുക എന്ന് വെച്ചാൽ എന്താണ്, കൂടുക എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇവിടെ സിങ്കിനാണ് എന്ത് സംഭവിച്ചത്, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിച്ചത്. ക്ലിയർ ആണോ? കോപ്പറിന് എന്ത് സംഭവിച്ചു, Cu2+ എന്തായിട്ട് മാറി, Cu0 കോപ്പറായിട്ട് മാറി, Cu ആയിട്ട് മാറി. അതായത് 2+ എന്നുള്ളത് 0 ആയിട്ട് മാറി, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. Cu2+ന് റിഡക്ഷൻ നടന്നു. അപ്പോൾ സിങ്കിന് ഓക്സിഡേഷനും ഓക്സീകരണവും, കോപ്പറിന് Cu2+ന് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണവുമാണ് നടക്കുന്നത്. ഇവിടെ ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും, ഓക്സീകരണവും നിരോക്സീകരണവും നടന്നു. അതിനാൽ ഇതൊരു റിഡോക്സ് രാസപ്രവർത്തനമാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. ഒരു റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുക. ഓക്സീകരണവും നിരോക്സീകരണവും ഒരു റിയാക്ഷനിൽ തന്നെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇത്രയും പഠിച്ചാൽ മതി. സിങ്കിന് എന്ത് സംഭവിക്കുന്നു, Zn എന്തായിട്ട് മാറുന്നു, Zn2+ ആയിട്ട് മാറുന്നു. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Zn2+ ആയിട്ട് മാറുന്നു. കോപ്പർ 2 ഇലക്ട്രോണിനെ, Cu2+ ആയിരുന്നു, ആ വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണിനെ കോപ്പർ സ്വീകരിച്ചുകൊണ്ട് Cu ആയിട്ട് മാറുന്നു. അപ്പോൾ സിങ്കിന് ഓക്സിഡേഷനും സംഭവിച്ചു, കോപ്പറിന് റിഡക്ഷനും സംഭവിച്ചു. എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, എന്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതെല്ലാം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണ്, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ദെയർ സൊല്യൂഷൻ. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യിക്കുന്ന പ്രവർത്തനമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്, സിൽവർ നൈട്രേറ്റ് ലായനിയിൽ ഒരു കോപ്പർ തകിട് ഇട്ടുവച്ചാൽ കോപ്പറിന് മുകളിൽ സിൽവർ പറ്റിപ്പിടിച്ചിരിക്കും. ഓർക്കണം, കോപ്പറും സിൽവറും റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്, നോക്കൂ സീരീസ്, കോപ്പർ എവിടെ, സിൽവർ, റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്, കോപ്പറിനാണ് അല്ലേ. അപ്പോൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ കോപ്പർ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ എന്ത് ചെയ്യും, സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്ത് അവിടെ ആര് വന്നിരിക്കും, കോപ്പർ വന്നിരിക്കും. കോപ്പർ നൈട്രേറ്റ് ആയി +2 Ag ആയി. ക്ലിയർ ആണല്ലോ. 2 AgNO3 + Cu gives CuNO3 twice +2 Ag. ഇനി അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തേക്കുന്നത് നോക്കിയേ. Ag സിൽവറിന്റെ +1 ആയിരുന്നു ഓക്സിഡേഷൻ, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തായി, 0 ആയി. നൈട്രേറ്റിൻ്റെത് -1 ആഫ്റ്റർ റിയാക്ഷൻ 2- ആയി. കോപ്പർ 0 ആയിരുന്നു, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ Cu2+ ആയി. ഓക്കെ, അപ്പോൾ Cu2+ ആയി. കോപ്പറിന് എന്ത് സംഭവിക്കുന്നു, ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നു, കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സിൽവറിന് എന്ത് സംഭവിച്ചു, +1 എന്നുള്ളത് 0 ആയിട്ട് മാറി, അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നു. നൈട്രേറ്റിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആണ് കേട്ടോ. ഇവിടെ -1 അവിടെ -2 വരാൻ കാരണം ഇവിടെ NO3 1 ഉണ്ടായിരുന്നുള്ളൂ, അവിടെ NO3 2 ഉണ്ട്, അതുകൊണ്ടാണ് 2- ആയത് കേട്ടോ. അപ്പോൾ കോപ്പറിന് ഓക്സിഡേഷനും സംഭവിച്ചു, സിൽവറിന് റിഡക്ഷനും സംഭവിച്ചു. ഒരു റിയാക്ഷൻ തന്നാൽ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് എന്നിങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. ഓക്സിഡേഷൻ നമ്പറിന് നോക്കുക, ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ ഓക്സിഡേഷൻ നമ്പർ, അതായത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തത് ഓക്സിഡേഷനും ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്നത് റിഡക്ഷനും. ഇവിടെ കോപ്പറിന് ഓക്സിഡേഷനും സിൽവറിന് റിഡക്ഷനുമാണ് സംഭവിച്ചത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷൻ, ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നു, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും, അതോർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് നിരോക്സീകരണവും സംഭവിക്കുന്നു. ക്രിയാശീലം കൂടിയ ലോഹം ഏതാണോ അതിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹം ഏതാണോ അതിന്
നിരോക്സീകരണവുമാണ് സംഭവിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും കുറഞ്ഞ ലോഹത്തിന് നിരോക്സീകരണവും സംഭവിക്കുന്നു. ആദേശ രാസപ്രവർത്തനങ്ങളെല്ലാം റിഡോക്സ് രാസപ്രവർത്തനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഒരു ടേബിളില് ലോഹം എടുത്തിട്ടുണ്ട്, ലായനി എടുത്തിട്ടുണ്ട്. ആദേശ രാസപ്രവർത്തനം നടക്കുവോ നടക്കില്ലേ എന്ന് നമ്മൾ പറയണം. മഗ്നീഷ്യവും കോപ്പർ സൾഫേറ്റും, മഗ്നീഷ്യത്തിനാണോ കോപ്പറിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? മഗ്നീഷ്യത്തിനല്ലേ. അപ്പൊ മഗ്നീഷ്യം എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്ത് കോപ്പറിന്റെ സ്ഥാനത്ത് വന്നിരിക്കും. അപ്പൊ ഇവിടെ ആദേശ രാസപ്രവർത്തനം നടക്കുവോ? നടക്കും, ടേക്സ് പ്ലേസ്. കാര്യം എന്താണ്? മഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ആ മഗ്നീഷ്യം വന്ന് റിയാക്ടിവിറ്റി കുറവുള്ള കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിച്ചിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ റിയാക്ഷൻ നടക്കും. ഇനി സിൽവറിനാണോ കോപ്പറിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? നമ്മൾ പഠിച്ചതാണ്, കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. റിയാക്ടിവിറ്റി കൂടുതലായിട്ടുള്ള കോപ്പറിനെ അതിനേക്കാളും റിയാക്ടിവിറ്റി കുറഞ്ഞ സിൽവറിന് വന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ പറ്റൂല. സോ ഈ രാസപ്രവർത്തനം രണ്ടാമത്തത് എന്ത് ചെയ്യുന്നില്ല? നടക്കുന്നില്ല, ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. ഇനി മഗ്നീഷ്യവും സിങ്ക് സൾഫേറ്റും, ഇങ്ങനെയൊക്കെ അടുത്തടുത്ത മെറ്റൽസ് വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക കേട്ടോ. മഗ്നീഷ്യവും ഇവിടെ നോക്കിയാൽ മഗ്നീഷ്യം എവിടെ, സിങ്ക് എവിടെ? മഗ്നീഷ്യം എവിടെ കിടക്കുന്നു? ദേ, സിങ്ക് എവിടെ? ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? മഗ്നീഷ്യത്തിനല്ലേ. ഓർത്തിരിക്കണം, മഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. ആ മഗ്നീഷ്യം വന്ന് സിങ്കിനെ ഡിസ്പ്ലേസ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും? റിയാക്ഷൻ നടക്കും. അതുപോലെ മഗ്നീഷ്യം സിൽവർ, അറിയാം, റിയാക്ഷൻ നടക്കും. മഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, സിൽവറിന് റിയാക്ടിവിറ്റി കുറവാണ്. മഗ്നീഷ്യം വന്ന് സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കും. ഇനി കോപ്പറിനാണോ മഗ്നീഷ്യത്തിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ? തീർച്ചയായും മഗ്നീഷ്യത്തിനാണ്. കോപ്പറിന് ഒരിക്കലും വന്ന് മഗ്നീഷ്യത്തിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. ആദേശ രാസപ്രവർത്തനം അവിടെ നടക്കില്ല. ഓർക്കണം കേട്ടോ. അത് ഏതൊക്കെ മെറ്റൽസ് തന്നാലും ഏതൊക്കെ സൊല്യൂഷൻസ് തന്നാലും ഇങ്ങനെ എഴുതാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗാൽവാനിക് സെൽ. ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഗാൽവാനിക് സെല്ലിനെ കുറിച്ച്. എന്താണ് ഗാൽവാനിക് സെല്ല്? അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഗാൽവാനിക് സെല്ല്? നമുക്കറിയാം, മെറ്റൽസ് ഡിഫർ ഇൻ ദെയർ റിയാക്ടിവിറ്റി. മെറ്റൽസ് റിയാക്ടിവിറ്റി, അതിൻ്റെ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇനി ഇത്, അതായത് ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വേണം. അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻ പ്രയോജനപ്പെടുത്തി, റിഡോക്സ് റിയാക്ഷൻസ് പ്രയോജനപ്പെടുത്തി കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നവയെയാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? കെമിക്കൽ എനർജിയെ അതെന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ് ഗാൽവാനിക് സെൽ. തിരിച്ചു വരുന്നതുണ്ട്, നമ്മൾ അതിന് പഠിക്കും. തിരിഞ്ഞു പോണ്ട. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നതാണ് ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനം. ഇനി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആ പിക്ചറിലോട്ട് നോക്കിയാൽ ആ ഒരു സിങ്ക് റോഡ്, സിങ്ക് ദണ്ട്, സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് റോഡാണോ നമ്മൾ എടുക്കുന്നത് അത് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് റോഡിനെയും കൂടി ഒരു വോൾട്ട് മീറ്റർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. സിങ്ക് റോഡ് നെഗറ്റീവ് ടെർമിനലിനോടും കോപ്പർ റോഡ് പോസിറ്റീവ് ടെർമിനലിനോടുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ഫിഗറിൽ നോക്കിയാൽ കാണാം. സിങ്ക് റോഡ് നെഗറ്റീവ് ടെർമിനലിനോടും കോപ്പർ റോഡ് പോസിറ്റീവ് ടെർമിനലിനോടും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു യു ഷേപ്പ് ട്യൂബ്, അതിന് പറയുന്ന പേരാണ് സോൾട്ട് ബ്രിഡ്ജ്. ഒരു യു ഷേപ്പ് ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. ഒരു സോൾട്ട് ബ്രിഡ്ജ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് സോൾട്ട് ബ്രിഡ്ജ് നമ്മളവിടെ കണക്ട് ചെയ്തേക്കുന്നത്? ഒരു ബീക്കറിൽ നിന്ന് മറ്റൊരു ബീക്കറിലേക്കുള്ള അയോൺസിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതിന് വേണ്ടിയാണ് അവിടെ സോൾട്ട് ബ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. അതായത്
സിങ്ക് സൾഫേറ്റിൽ നിന്ന് കോപ്പർ സൾഫേറ്റിലോട്ട് അയോൺസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അയോൺസിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, അവിടെ സോൾട്ട് ബ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് സോൾട്ട് ബ്രിഡ്ജ് എന്നുള്ളത് നോക്കിയാൽ, ഓക്കെ, സോൾട്ട് ബ്രിഡ്ജ് എന്താണ്? KCl, KNO3, NH4Cl ഇവയിൽ ഏതെങ്കിലും ഒരു ലവണം, ഏതോ ആയിക്കോട്ടെ, KCl KNO3 NH4Cl അതിലേതെങ്കിലും ഒരു ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലിൽ കലർത്തിയ അർദ്ധഖര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച ഒരു ട്യൂബ് ആകൃതിയിലുള്ള ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് അയോണുകളുടെ നീക്കം വഴി സർക്യൂട്ട് പൂർത്തിയാക്കുകയും സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു. സോൾട്ട് ബ്രിഡ്ജിന്റെ യൂസസ് എന്താണ്? അത് അയോണുകളുടെ നീക്കം വഴി, അയോണുകളുടെ മൂവ്മെന്റ് വഴി ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. ആ ഒരു സെല്ലിലെ ന്യൂട്രാലിറ്റി നിലനിർത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സോൾട്ട് ബ്രിഡ്ജിൽ എന്തൊക്കെ ലവണങ്ങളാണ് യൂസ് ചെയ്യുന്നത്? KCl ആവാം, KNO3 ആവാം, NH4Cl ആവാം. അവരേതെങ്കിലും ഒരു ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലിയിൽ കലർത്തിയ അർദ്ധഖര രൂപത്തിലുള്ള പേസ്റ്റാണ്, അർദ്ധഖര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച ആകൃതിയിലുള്ള ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, റിയാക്ടിവിറ്റി കൂടിയ, ഇപ്പൊ സിങ്കും കോപ്പറും, സിങ്കിലും കോപ്പറിലും റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണ്? സിങ്കിനല്ലേ. സിങ്കിലും കോപ്പറിലും റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കനാണ്. റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, റിയാക്ടിവിറ്റി കൂടിയതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? സിങ്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. റിയാക്ടിവിറ്റി കുറഞ്ഞ ആള്, അതായത് ഇവിടെ ആരാണ്? കോപ്പർ. റിയാക്ടിവിറ്റി കുറഞ്ഞ ആള് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പർ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇനി റിയാക്ടിവിറ്റി കൂടിയ ആൾക്ക് ഓക്സിഡേഷൻ നടക്കുമെന്നും റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്ക് റിഡക്ഷൻ ആണ് നടക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. ഇനി എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത്, ഓർക്കുക, എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. ക്ലിയർ ആണല്ലോ? എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ്. എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് ആ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേരാണ് കാഥോഡ്. അപ്പൊ ഇവിടെ ആനോഡ് ഏതാ കാഥോഡ് ഏതാന്ന് പറയും. സിങ്കിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്നതിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കുമെങ്കിൽ ഇവിടെ സിങ്ക് ആണ് ആനോഡ്, അല്ലെ? റിഡക്ഷൻ നടക്കുന്നത് കോപ്പറിലാണ്. റിഡക്ഷൻ നടക്കുന്നത് കാഥോഡ് എന്ന് വിളിക്കും. സോ കോപ്പർ ആണ് ഇവിടുത്തെ കാഥോഡ്. ക്ലിയർ ആണല്ലോ? റിയാക്ടിവിറ്റി കൂടിയത് ആർക്കാണോ അവിടെ ഓക്സിഡേഷൻ, അതായത് അവരെ എന്തെന്ന് വിളിക്കും? ആനോഡ് എന്ന് വിളിക്കും. റിയാക്ടിവിറ്റി കുറഞ്ഞതാർക്കാണോ അവിടെ റിഡക്ഷൻ, അതായത് കാഥോഡ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പൊ ആനോഡ് ഏതാ കാഥോഡ് ഏതാന്ന് മനസ്സിലാവുമല്ലോ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രോൺ ആ പ്രവാഹ ദിശ, ഇലക്ട്രോൺ ഫ്ലോയുടെ ഡിറക്ഷൻ എങ്ങനെയാണ്? ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ പ്രവാഹ ദിശ എവിടെ നിന്നാണ്? ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. എന്നാൽ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇലക്ട്രോൺ പ്രവാഹ ദിശയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ ഫ്ലോ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ്. എന്നാൽ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇലക്ട്രോൺ ഫ്ലോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ്, ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ്. എന്നാൽ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. ഓക്കെ, മൂലകങ്ങളുടെ ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കുന്ന സംവിധാനമാണ് ഗാൽവാനിക് സെൽ. റിഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ
രാസോർജം വൈദ്യുതോർജമാകുന്ന ക്രമീകരണമാണ് ഗാൽവാനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. രാസോർജം എന്തായി മാറുകയാണ് ചെയ്യുന്നത്? വൈദ്യുതോർജമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഗാൽവാനിക് സെല്ലിന്റെ വേറൊരു പേരാണ് വോൾട്ടായിക് സെൽ. ഓർത്തിരിക്കണം കേട്ടോ. ഗാൽവാനിക് സെല്ലിന്റെ വേറൊരു പേരാണ് വോൾട്ടായിക് സെൽ എന്ന് പറയുന്നത്. സോൾട്ട് ബ്രിഡ്ജിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഓക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. ആനോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. ആനോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നിരോക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ ആണോ? ആനോഡിന് നെഗറ്റീവ് ചാർജ്, കാഥോഡിന് പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ പ്രവാഹ ദിശയും വൈദ്യുത പ്രവാഹ ദിശയും. അതായത് ഗാൽവാനിക് സെല്ലില് ഇലക്ട്രോൺ പ്രവാഹം നടക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡായ ആനോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലോട്ടാണ്. ഓക്കെ ആണോ? ഗാൽവാനിക് സെല്ലില് ഇലക്ട്രോൺ പ്രവാഹം നടക്കുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ്. അതായത് നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ്. എന്നാൽ വൈദ്യുത പ്രവാഹ ദിശ എപ്പോഴും നേരെ തിരിച്ചാണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. ഇലക്ട്രോൺ പ്രവാഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വൈദ്യുത പ്രവാഹ ദിശ. ഓക്കെ. ദെൻ വൈദ്യുത പ്രവാഹ ദിശ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. ഈ പറഞ്ഞില്ലേ, അതായത് ഈ വൈദ്യുത പ്രവാഹ ദിശ എന്ന് പറഞ്ഞില്ലേ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതല്ല, ഇലക്ട്രിസിറ്റി മൂവ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പരമ്പരാഗതമായ കറണ്ട്, കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ പ്രവാഹ ദിശയാണ് ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി ഇവിടെ നോക്കിയേ. സിങ്ക് ഇലക്ട്രോഡിലും കോപ്പർ ഇലക്ട്രോഡിലും നടന്ന പ്രവർത്തനങ്ങളുടെ രാസസമവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഗാൽവാനിക് സെല്ലിലെ സിങ്ക് ഇലക്ട്രോഡിലും കോപ്പർ ഇലക്ട്രോഡിലും നടന്ന രാസപ്രവർത്തനങ്ങളുടെ സമവാക്യം. സിങ്കിന് എന്ത് സംഭവിച്ചു? നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ ആണ് നടക്കുക. സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇസഡൻ എന്തായിട്ട് മാറി? ഇസഡൻ 2+ ആയിട്ട് മാറി. പ്ലസ് 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഇസഡൻ 2+ ആയിട്ട് മാറി. കോപ്പറിന് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അതായത് Cu2+ ആയിരുന്നു. Cu2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cu ആയിട്ട് മാറി. ഓക്കെ ആണോ? അത് ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് എന്തെന്ന് എഴുതാം? Zn + Cu2+ ഗീവ് Zn 2+ Cu. ഒരുമിച്ച് എഴുതിയേക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. ഈ 2 ഇലക്ട്രോണിനെയും കൂടി ചേർത്ത് എഴുതുമ്പോൾ ഇതും പോയാൽ Zn + Cu2+ ഗീവ് Zn 2+ Cu. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനം, അതായത് രാസസമവാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റിഡോക്സ് പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഇലക്ട്രോൺ കൈമാറ്റമാണ് സെല്ലിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ ഇവിടെ ഒരു റിഡോക്സ് പ്രവർത്തനം നടന്നു. ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ലേ? സിങ്കിൽ നിന്ന് കോപ്പറിന് കൊടുക്കുന്നുണ്ടല്ലോ. ആ കൈമാറ്റം വഴിയാണ് സെല്ലിൽ എന്തുണ്ടാകുന്നത്? വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗാൽവാനിക് സെല്ലിൽ ഓർത്തിരിക്കേണ്ട കാര്യം, കെമിക്കൽ എനർജിയെ, രാസോർജത്തെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഗാൽവാനിക് സെല്ല് ഓക്കെ ആണല്ലോ? അതൊക്കെ ആണെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്നതാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ, ഇലക്ട്രോളിറ്റിക് സെൽസ്. വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെൽസ് എന്ന് പറയും. ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആവണ്ട, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. ഗാൽവാനിക് സെല്ലാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ഗാൽവാനിക് സെൽ പഠിച്ചു വെക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ. അപ്പം ഇലക്ട്രോലൈറ്റിക് സെൽസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. എന്താണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസ്? ദ പ്രോസസ് ഓഫ് chemical change taking place in an electrolyte by passing electricity is known as electrolysis.
ഒരു കെമിക്കൽ ചേഞ്ച് ഒരു ഇലക്ട്രോലൈറ്റിൽ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചുകൊണ്ട് ഒരു കെമിക്കൽ ചേഞ്ച് നടത്തുന്നതിനെ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗാൽവാനിക് സെല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ പറഞ്ഞു രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നതെന്ന്. എന്നാൽ ഇവിടെയോ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് ഇലക്ട്രോലിറ്റിക് സെൽസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന സബ്സ്റ്റൻസ്. അങ്ങനെ ഇലക്ട്രോലൈറ്റിന്റെ ഒരു കണ്ടീഷൻ എന്താണ്? ഒന്നെങ്കിൽ അത് ജലീയ ലായനി സൊല്യൂഷൻ ഫോമിലായിരിക്കണം, അല്ലെങ്കിൽ മോൾട്ടേൺ സ്റ്റേറ്റിലായിരിക്കണം, ഉരുകിയ അവസ്ഥയിലായിരിക്കണം. ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ്. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ജലീയ ലായനിയിലോ ദ്രാവക അവസ്ഥയിലോ ഇലക്ട്രോലൈറ്റുകളിൽ അയോണുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ എന്താക്കി മാറ്റുന്നത്? സൊല്യൂഷൻ ഫോമിലോ മോൾട്ടൻ സ്റ്റേറ്റിലോ ആക്കി മാറ്റാനുള്ള റീസൺ എന്താണ്? അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവയിൽ അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അയോൺസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അയോൺസിന്റെ ആ ഒരു സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ജലീയ ലായനിയോ അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയോ എന്ന് പറയുന്നത്, ഉരുകിയ അവസ്ഥയോ എന്ന് പറയുന്നത്. ഈ അയോണുകളാണ് ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണം. ഈ മൂവ് ചെയ്യുന്ന അയോൺസ് ആണ് ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണം. ഓക്കെ, അപ്പോൾ മോൾട്ടൻ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ അയോൺസ് ഫ്രീ ആയി മൂവ് ചെയ്യുന്നതിനാലാണ് ഈ സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായൊരു ശാസ്ത്രീയ വിശദീകരണം നൽകിയത് മൈക്കൽ ഫാരഡേ ആണ്. ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ. ഓക്കെ, അത് ഇലക്ട്രോഡിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ഇലക്ട്രോഡിന് എന്താണെന്ന് കൺഫ്യൂഷൻ ആവണ്ട. ഇലക്ട്രോഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നവയെയാണ് നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആനോഡ് കാഥോഡ് എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഇലക്ട്രോഡ് എന്താണ്? ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു എന്താണ്? ഗാൽവാനിക് സെല്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അങ്ങനെ പറയാൻ കാര്യം? ഗാൽവാനിക് സെല്ലില് ഗാൽവാനിക് സെല്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോലൈറ്റിക് സെൽ. അതായത് നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നത് കാഥോഡാണ്. ഓക്കെ, പോസിറ്റീവ് ടെർമിനലായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നത് ആനോഡിനെയാണ്. ആ ഫിഗർ നോക്കിയാൽ അറിയാം, ആനോഡിനെ കണക്ട് ചെയ്തേക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കാഥോഡിനെ കണക്ട് ചെയ്തേക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ്. എന്നാൽ ഗാൽവാനിക് സെല്ലിൽ നമ്മൾ എന്താ ചെയ്തത്? ആനോഡിനെ നെഗറ്റീവിലോട്ടും കാഥോഡിനെ പോസിറ്റീവിലോട്ടുമാണ് കണക്ട് ചെയ്തത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഇവിടെ. നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നത് കാഥോഡും പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നത് ആനോഡുമാണ്. ഇനി ഇവിടെ എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റിക് സെല്ലില് പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡും നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡുമാണ്. പോസിറ്റീവ് അയോൺസിനെ അത് നമുക്ക് പിന്നെ പറയാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ. നിരോക്സീകരണം റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡും ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡുമാണ്. നമ്മളിതേ ഇവിടെ എന്താ പഠിച്ചേ? ഓക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ് എന്ന് പഠിച്ചു. ഓക്സീകരണ പ്രവർത്തനം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ്. ആനോഡിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഫിഗറിൽ നോക്കി, ആനോഡ് എന്തുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു? നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ കണ്ടു ആനോഡിനെ എന്തുമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്? പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നിരോക്സീകരണം അതായത് റിഡക്ഷൻ സംഭവിക്കുന്ന
ഇലക്ട്രോഡ് കാഥോഡും ഓക്സീകരണം സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡും ആണ്. വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സീകരണവും നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിരോക്സീകരണവും നടക്കുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സീകരണവും നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിരോക്സീകരണവും റിഡക്ഷനുമാണ് സംഭവിക്കുന്നത്. ഇനി എന്താണ് കാറ്റയോൺസ്, എന്താണ് ആനിയോൺസ്? അതായത് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലോട്ട്, കാഥോഡിന്റെ സൈൻ എന്താണ്? നെഗറ്റീവാണ്. നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിരോക്സീകരണമാണ് നടക്കുന്നത്. നിരോക്സീകരണം നടക്കുന്നത് എവിടെയാണ്? കാഥോഡിലാണ്. അപ്പൊ നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡ്, ഓർക്കുക നെഗറ്റീവാണ്. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലോട്ട് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെയാണ് നമ്മൾ കാറ്റയോൺസ് എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലോട്ട് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോൺസിനെയാണ് കാറ്റയോൺസ് എന്ന് വിളിക്കുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലോട്ട് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആനയോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലോട്ട് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോൺസിനെയാണ് കാറ്റയോൺസ് എന്ന് വിളിക്കുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലോട്ട് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോൺസിനെയാണ് ആനയോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആനയോൺസ് എന്താ, കാറ്റയോൺസ് എന്താന്ന് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇലക്ട്രോളിസിസിൻ്റെ ചില ആപ്ലിക്കേഷൻസ്, വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങൾ. അതായത് ഇലക്ട്രോളിസിസ് വഴി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം, സംയുക്തങ്ങളുടെ നിർമ്മാണം, ലോഹ ശുദ്ധീകരണം, ഇതെല്ലാം ഏത് വഴിയാണ് നടക്കുന്നത്? ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം വഴിയാണ് നടക്കുന്നത്. ലോഹങ്ങളുടെ നിർമ്മാണം പറയുമ്പോൾ പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലൂമിനിയം, ഓർക്കുക പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം, അലൂമിനിയം എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്നത് അവയുടെ സംയുക്തങ്ങളെ വൈദ്യുത വിശ്ലേഷണം ചെയ്താണ്. പൊട്ടാസ്യത്തിന്റെ സംയുക്തത്തിനെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാണ് പൊട്ടാസ്യം നിർമ്മിക്കുന്നത്. കാൽഷ്യത്തിന്റെ സംയുക്തത്തിനെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാണ് കാൽസ്യം എന്ന് പറയുന്ന ലോഹം നിർമ്മിക്കുന്നത്. അങ്ങനെ പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം, അലൂമിനിയം എന്നീ ലോഹങ്ങൾ നിർമ്മിക്കുന്നത് അവയുടെ സംയുക്തങ്ങളെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാണ്. അടുത്ത അലോഹങ്ങളുടെ നിർമ്മാണം പറയുമ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ എന്നിവ വൈദ്യുത വിശ്ലേഷണം വഴി നിർമ്മിക്കുന്ന അലോഹങ്ങളാണ്. ഓക്കെ. ഇനി സംയുക്തങ്ങൾ, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയുടെ നിർമ്മാണത്തിന് വൈദ്യുത വിശ്ലേഷണമാണ് ഉപയോഗിക്കുന്നത്. ലോഹശുദ്ധീകരണം, ഈ ലോഹശുദ്ധീകരണം ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണം എങ്ങനെയാണ് നടക്കുന്നത്? വൈദ്യുത വിശ്ലേഷണം വഴിയാണ് നടക്കുന്നത്. കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങളുടെ ശുദ്ധീകരണം എങ്ങനെയാണ് നടക്കുന്നത്? വൈദ്യുത വിശ്ലേഷണം വഴിയാണ് നടക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് പഠിക്കാനുള്ളതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിയെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന്റെ മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ലോഹത്തിന്റെ ഭംഗി കൂട്ടുന്നതിനും ലോഹനാശനം തടയുന്നതിനും കട്ടി കുറഞ്ഞ ഈ ആവരണം സഹായിക്കുന്നു. അതായത് മെറ്റാലിക് കൊറോഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്താൽ മതി. ആ ഫിഗർ നോക്കിയ ഒരു ഇരുമ്പ് വളയുമുണ്ട്, ഒരു കോപ്പർ സൾഫേറ്റ് ലായനിയുണ്ട്, ഒരു കോപ്പർ തകിടുണ്ട്. ഇതിൽ നിന്ന് കോപ്പറിനെ നമുക്ക് ആ ഇരുമ്പ് വളയിലോട്ട് എന്ത് ചെയ്യണം? പ്ലേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു മെറ്റലിന്റെ മേലെ വേറൊരു മെറ്റല് പ്ലേറ്റ് ചെയ്യുന്ന രീതിയെയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ബൈ യൂസിങ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിഗർ നോക്കിയാൽ അവിടെ നമുക്ക് കോട്ട് ചെയ്യപ്പെടേണ്ട മെറ്റൽ ഏതാണോ, കോട്ട് ചെയ്യപ്പെടേണ്ട മെറ്റൽ, ഇവിടെ നമുക്ക് ഏതാണ്? കോപ്പറാണ്. കോട്ട് ചെയ്യപ്പെടേണ്ട മെറ്റൽ ഏതാണോ അതിനെ എന്ത് ചെയ്യണം? കോട്ട് ചെയ്യപ്പെടേണ്ട മെറ്റല്, അതായത് ഇരുമ്പിന്റെ മേലെയാണ് നമുക്ക് കോട്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഇരുമ്പിനെ എന്ത് ചെയ്യണം? നെഗറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കണം, അതായത് കാഥോഡ്. ഓക്കെ, നെഗറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കണം, അതായത് കാഥോഡുമായിട്ട്. ഏത് മെറ്റലാണോ കോട്ട്
ചെയ്യാനായിട്ട് എടുക്കുന്നത്, ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിനെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിക്കണം, അതായത് ആനോഡുമായിട്ട്. ഏത് മെറ്റലാണോ കോട്ട് ചെയ്യാനായി എടുക്കുന്നത് അതിൻ്റെ സൊല്യൂഷൻ ബീക്കറിൽ എടുക്കണം. ഓക്കെ, ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് എടുക്കുന്നത്. കോട്ട് ചെയ്യേണ്ടത് കാഥോഡ്, കോട്ട് ചെയ്യുന്നത് ഏതാണോ അത് ആനോഡ്. കൺഫ്യൂഷനൊന്നും വേണ്ട. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ എന്താണുള്ളത്, കോപ്പർ സൾഫേറ്റ് CuSO4 ആണ് ഉള്ളത്, കോപ്പർ സൾഫേറ്റ് ആണ് ഉള്ളത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഈ കോപ്പർ സൾഫേറ്റ് അയണൈസ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറും, Cu2+ഉം SO4 2- ആയിട്ട് മാറും. ഓക്കെ ഓക്കെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കോപ്പർ സൾഫേറ്റ് അയോണൈസ് ചെയ്തിട്ട് Cu2+ഉം SO4 2- ആയിട്ട് മാറും. ഈ രണ്ട് അയോൺസും ഈ സൊല്യൂഷനിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടും പോസിറ്റീവ് ചാർജ് ഉള്ളത് നെഗറ്റീവ് ഇലക്ട്രോഡിലോട്ടും പോവും. നെഗറ്റീവ് ചാർജ് ഉള്ളത് എങ്ങോട്ടും പോസിറ്റീവിലോട്ടും, പോസിറ്റീവ് ചാർജ് ഉള്ളത് നെഗറ്റീവിലോട്ടും പോവും. ഇവിടെ Cu2+നല്ലേ പോസിറ്റീവ് ചാർജ്, അത് ആ നെഗറ്റീവിലോട്ട് ഇലക്ട്രോഡ് കണക്ട് ചെയ്തേക്കുന്ന നോക്കി, ആ നെഗറ്റീവ് ഇലക്ട്രോഡ് കണക്ട് ചെയ്തേക്കുന്ന ഏതാണോ അതിലോട്ട് പോസിറ്റീവ് അയോൺസ് പോവും, അതായത് Cu2+ അയോൺസ് പോവും. അപ്പം ഇവിടെ Cu2+ അയോൺസ് നെഗറ്റീവ് കാഥോഡിലോട്ട് ആകർഷിക്കപ്പെടും. കാഥോഡിൽ എന്താ നടക്കുക, റിഡക്ഷൻ ആണ് നടക്കുക. അതായത് Cu2+ അവിടെ ചെന്നിട്ട് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cu ആയിട്ട് മാറും. ഈ Cu ആ ഇരുമ്പ് വളയിൽ പറ്റിപ്പിടിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് നടക്കുക. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അത് ആനോഡിൽ എന്താണ്, കോപ്പർ ആണ്. കോപ്പർ എന്ത് ചെയ്യും, Cu ആയിട്ടാണ് നിൽക്കുന്നത്. Cuയിൽ ഓക്സിഡേഷൻ നടന്നിട്ട് Cu 2 ഇലക്ട്രോണിനെ വിട്ടെടുത്ത് Cu2+ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഈ സൊല്യൂഷനിലും അയോണൈസ് ചെയ്ത് Cu2+ ഉണ്ടാവുന്നുണ്ട്. ഈ എന്താ പറയുക, കോപ്പറിൽ നിന്നും ഓക്സിഡേഷൻ നടന്നിട്ട് Cu2+ സൊല്യൂഷനിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ Cu2+ന്റെ കോൺസെൻട്രേഷൻ അവിടെ ഒരിക്കലും ആ ഒരു സൊല്യൂഷനിൽ ഒരിക്കലും കുറയുന്നില്ല. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണോ അതിൻ്റെ ലവണ ലായനിയാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കോപ്പറാണ് നമ്മൾ അവിടെ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കോപ്പറിൻ്റെ ഒരു ലായനി എടുക്കണം. കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ അവിടെ എടുത്തത്. ഓക്കെ, ദെൻ ഇതറിഞ്ഞിരിക്കുക. നമുക്കിപ്പം വെള്ളി, ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം വെള്ളിയാണെങ്കിൽ അവിടെ എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏതാണ്, ഒന്നെങ്കിൽ സിൽവർ നൈട്രേറ്റ് ലായനി, സിൽവർ ആണെന്നുണ്ടെങ്കിൽ സിൽവർ നൈട്രേറ്റ് ലായനി എടുക്കുക, അല്ലെങ്കിൽ സോഡിയം സയനൈഡ് എടുക്കുക പ്ലസ് സിൽവർ സയനൈഡ് ലായനി എടുക്കുക. വെള്ളിയാണ്, സിൽവർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഏതൊക്കെ എടുക്കണം, ഒന്നെങ്കിൽ സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് ലായനി. ഇനി നമുക്ക് സ്വർണ്ണമാണ് ആവരണം ചെയ്യപ്പെടേണ്ടത് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത് ഏതാണ്, സോഡിയം സയനൈഡോ ഗോൾഡ് സയനൈഡോ ലായനി. ഓക്കെ, അപ്പോൾ വൈദ്യുത ലേപനം ചെയ്യുമ്പോൾ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണോ അതിൻ്റെ ലവണ ലായനിയാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, അതായത് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ, അത് നമുക്കറിയാം. സ്വർണം പൂശിയ ആഭരണങ്ങൾ അത് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. ക്രോമിയം പൂശിയ ഇരുമ്പ് കൈപ്പിടികൾ, വെള്ളി പൂശിയ പാത്രങ്ങൾ, ഇതെല്ലാം ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴിയാണ് ഉണ്ടാവുന്നത്. ദെൻ നമ്മുടെ മെറ്റാലിക് സ്പൂണിൽ കോപ്പർ ഓൺ മെറ്റാലിക് സ്പൂൺ, നമ്മുടെ ബൈസിക്കിളിലൊക്കെ റെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോട്ട് ചെയ്യുന്നുണ്ടാവും, മെറ്റൽസ് കോട്ട് ചെയ്യുന്നുണ്ടാവും. used in bicycles to resist rust or corrosion. Okay, then നമ്മുടെ LPG സ്റ്റൗസിലൊക്കെ റസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ മെറ്റൽ കോട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്, ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ എക്സാമ്പിളാണ്. നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴി. മെറ്റാലിക് സ്പൂണ്, അതുപോലെ എന്താ പറയുക, ഈ സിങ്ക് ടാപ്പ്, അതൊക്കെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. താങ്ക് യു.